video, we are going to talk about the second step of aerobic respiration. അതായത് glycolysis കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് Krebs cycle or TCA cycle, tricarboxylic acid cycle, otherwise known as or citric acid cycle. Because first stable compound formed here is citric acid or citrate. That is why it is called citric acid cycle. അപ്പോൾ Krebs cycle എന്താണ്, സിട്രിക് ആസിഡ് സൈക്കിൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ടുണ്ടായ പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ഇനി Krebs സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. സോ പൈറുവേറ്റ് വരുന്നു. പൈറുവേറ്റ് which is a 3-carbon compound will enter into the Krebs cycle through a step called link reaction. നമുക്ക് നോക്കാം. Pyruvate will converts to acetyl coenzyme A, which is a 2-carbon compound. So അതുകൊണ്ട് എന്താണ്, ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ അതിവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ റിലീസ് ചെയ്യുന്നു. ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. CO2 is releasing and a coenzyme A is getting added. Coenzyme A ആഡ് ചെയ്യുന്നു. ആൻഡ് അതേസമയം ഇവിടെ ഇതിനോടൊപ്പം തന്നെ ഈ പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറുന്ന റെഡോക്സ് റിയാക്ഷൻ ആണ്. സോ ഹിയർ an NAD will converts to NADH plus H plus or NADH2. എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഇതിനെ സഹായിക്കുന്ന എൻസൈം ആണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ സഹായത്തോടു കൂടി പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറുന്നു. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ലിങ്ക് റിയാക്ഷൻ. ലിങ്ക് റിയാക്ഷൻ വിളിക്കാൻ കാര്യം ഇത് ഗ്ലൈക്കോളിസിനെയും Krebs സൈക്കിളിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അസറ്റൈൽ കോഎൻസൈം ഫോം ചെയ്യുന്ന സ്റ്റെപ്പ്. And then this acetyl coenzyme releases this coenzyme. അതിനകത്തുള്ള coenzyme റിലീസ് ചെയ്തിട്ട് ഒരു വാട്ടറിനെ ആഡ് ചെയ്ത് then it combines with the oxaloacetic acid. Oxaloacetic acidുമായി കമ്പൈൻ ചെയ്ത് oxaloacetic acid നമുക്കറിയാം, അല്ലെങ്കിൽ oxaloacetate ഫുൾ ആയിട്ട് എഴുതാം. oxaloacetic acidുമായി കമ്പൈൻ ചെയ്ത് oxaloacetic acid which is a 4-carbon compound, oxaloacetate which is a 4-carbon compound, and acetyl coenzyme is a 2-carbon compound, combines with the oxaloacetate to form citrate or citric acid which is a 6-carbon compound. And then this citrate will converts to citrate അതിന്റെ ഐസോമർ ആയ ഐസോസിട്രേറ്റ് ആയിട്ട് മാറുന്നു. ബട്ട് ഹിയർ ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ ഐസോസിട്രേറ്റിന് ഒരു വാട്ടർ ഐസോസിട്രേറ്റിൽ നിന്നും ഒരു വാട്ടർ മോളിക്യൂൾ നഷ്ടമായി അതെന്തായി മാറുന്നു, ആക്കോണിറ്റേറ്റ് എന്ന് പറയുന്ന സിസ് ആക്കോണിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് മാറുന്നു. ഉടൻ തന്നെ വിച്ച് ഇസ് അൺസ്റ്റേബിൾ, ഉടൻ തന്നെ അത് ഒരു വാട്ടർ മോളിക്യൂളിനെ തിരിച്ച് സ്വീകരിച്ച് എന്തായി മാറും, തിരിച്ച് ഐസോസിട്രേറ്റ് ആയിട്ട് മാറുന്നു. സോ സിട്രേറ്റ് വിൽ കൺവേർട്സ് ടു ഐസിട്രേറ്റിന്റെ ഒരു ഐസോമർ ആയ ഐസോസിട്രേറ്റ് ആയിട്ട് മാറും. ഇതിന് സഹായിക്കുന്ന ഈ പ്രോസസ്സിന് സഹായിക്കുന്ന എൻസൈം ആണ് aconitase. Here also aconitate ആണ് ഇവിടെ സഹായിക്കുന്ന എൻസൈം. And then this isocitrate will converts to oxaloacetate
oxalosuccinate, which is again a 6-carbon compound, oxalosuccinate. ഇപ്പോ ഈ സമയത്ത് ഇവിടെ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അവിടെ ഒരു NAD+ എന്താകും, NAD+ NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. മനസ്സിലായി? NADH2 ആയിട്ട്. അപ്പൊ ഇതിനെ സഹായിക്കുന്ന, അപ്പൊ ഇവിടെ ഒരു ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. സോ ഇതിനെ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ്. ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് സഹായിക്കുന്ന എൻസൈം. And then this oxaloacetic acid will converts to alpha ketoglutarate. Alpha ketoglutarate is a 5-carbon compound. Therefore, it will lose a carbon dioxide. അതൊരു കാർബൺ ഡയോക്സൈഡിനെ നഷ്ടമാകും. അപ്പോൾ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ആയിട്ട് മാറുന്നു. സെയിം ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം തന്നെയാണ് ഇവിടെയും അതിനെ സഹായിക്കുന്നത്. ആൻഡ് ദെൻ ദിസ് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് will converts to succinyl coenzyme A. Succinyl coenzyme A is a 4-carbon compound. ഈ എൻ്റെ സ്റ്റെപ്പിൽ ആകെപ്പാട് ഉണ്ടാകുന്ന ഒരു 5-carbon compound എന്ന് പറയുന്നത് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ആണ്. ഇനി ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് സക്സിനൈൽ കോഎൻസൈം A ആയിട്ട് മാറുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ അവിടെ ഇത് സക്സിനൈൽ കോഎൻസൈം A ആകുമ്പോഴത്തേക്ക് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു NADH2 ആയിട്ട് അല്ലെങ്കിൽ NADH+H+ ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് 5-carbon കോമ്പൗണ്ട് ആണ്. സക്സിനൈൽ കോഎൻസൈം ഒരു 4-carbon കോമ്പൗണ്ട് ആണ്. സോ എ കാർബൺ ഡയോക്സൈഡ് ഈസ് ഗെറ്റിംഗ് റിലീസ്ഡ്. ഒരു കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പുറത്തോട്ട് പോകുന്നു. At the same time, a coenzyme A which is added here. Coenzyme A is added here. ഇതിനെ സഹായിക്കുന്ന എൻസൈം ആണ് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ്. And then this succinyl coenzyme A will converts to succinyl coenzyme A will converts to succinate. Succinyl coenzyme A will converts to succinate. Succinyl coenzyme A succinate ആയിട്ട് മാറുമ്പോൾ here കുറച്ച് എനർജി റിലീസ് ചെയ്യും. അതിനോടൊപ്പം ഈ കോഎൻസൈം A പുറത്തോട്ട് വിടും. കോഎൻസൈം A നെ പുറത്തോട്ട് വിടുന്നു. അതിനോടൊപ്പം ഇവിടെ കുറച്ച് എനർജി വിടുന്നത് ആര് സ്വീകരിക്കുന്നു? ATPക്ക് പകരം GDP ഒരു ഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്ത് GTP ആയി മാറുന്നു. ഈ സമയത്ത് GDP എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ATP പഠിച്ചിട്ടുള്ള അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. GTP ഈസ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ GDPയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ATP കിട്ടും. പക്ഷെ ഡയറക്ട്ലി കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. GTPയിൽ നിന്നും ATP തന്നെ കിട്ടും. സോ സക്സിനേറ്റ് അല്ലെങ്കിൽ സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നു. Again, succinate is also a 4-carbon compound. അതിന് സഹായിക്കുന്ന എൻസൈം ആണ് succinate synthetase. ഓക്കെ, അപ്പോൾ സക്സിനേറ്റ് അല്ലെങ്കിൽ സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നു. Then this succinate will converts to fumarate. What? Fumarate or fumaric acid. Succinate will converts to fumarate or fumaric acid. Succinate will converts to fumarate or fumarate acid, which is also a 4-carbon compound. This time ഇതും ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. പക്ഷെ ഇവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് NAD അല്ല, പകരം an FAD will converts to FADH. An FAD will convert to FADH. അപ്പോൾ ഇവിടെ ഫ്ലാവിൻ
അഡിനീൻ ഡൈന്യൂക്ലിയോടൈഡ്, മറ്റേത് നിക്കോട്ടിനമൈഡ് അഡിനീൻ ഡൈന്യൂക്ലിയോടൈഡ് NADH. പക്ഷെ ഇവിടെ മറ്റൊരു പ്രത്യേകത NADH2 എന്ന് പറയുന്നത് വിച്ച് ബോത്ത് 3 ATPs, ബട്ട് ഹിയർ FADH എന്ന് പറയുന്നത് 2 ATP നമുക്ക് ഇതിനകത്ത് കിട്ടത്തുള്ളൂ FADH2 ൽ. ആൻഡ് ദെൻ ഫ്യൂമറേറ്റ് സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആയിട്ട് മാറുമ്പോൾ ഒരു ഡീഹൈഡ്രോജനേഷൻ ആണ് സംഭവിക്കുന്നത്, വിച്ച് ഈസ് ഇവിടെ ഇതിന് സഹായിക്കുന്ന എൻസൈം ആണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് സക്സിനിക് ആസിഡിനെ ഫ്യൂമറേറ്റ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നത്. ആൻഡ് ദെൻ the fumarate will converts to malate by adding a water molecule. Here forms a malate or malic acid, which is again a 4-carbon compound. Fumarate malate ആയിട്ട് മാറുമ്പോൾ water molecule is getting added, and ഈ പ്രോസസ്സിനെ സഹായിക്കുന്ന എൻസൈം ആണ് fumarase. And then this malate will convert back to oxaloacetic acid. Oxaloacetic acid ആയിട്ട് തിരിച്ച് malate പിന്നീട് തിരിച്ച് oxaloacetic acid ആയിട്ട് മാറുന്നു, which is again a redox reaction. ഇവിടെ reduce ചെയ്യപ്പെടുന്നത് NAD തന്നെയാണ്, and NAD will get converts to NADH2. NADH2 ആയിട്ട് മാറുന്നു. ഇതിനെ സഹായിക്കുന്ന എൻസൈം ആണ് മാലേറ്റ് ഡീഹൈഡ്രോജനേസ്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഓക്സാലോഅസെറ്റിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം 2-കാർബൺ കോമ്പൗണ്ട് ആയ അസറ്റൈൽ കോഎൻസൈമായി കമ്പൈൻ ചെയ്ത് സിട്രിക് ആസിഡ് ഫോം ചെയ്യുമ്പോൾ സഹായിക്കുന്ന എൻസൈം ആണ് സിട്രേറ്റ് സിന്തേസ്. അപ്പം ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞാണ് നമ്മളുടെ ക്രബ്സ് സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. സോ ലെറ്റ്സ് സീ, അസറ്റൈൽ കോഎൻസൈം may form from pyruvate, which is a 2-carbon compound, again combines with oxaloacetic acid in the presence of an enzyme called citrate synthase. ഈ ഇത്രയും സ്റ്റെപ്പിനെ നമ്മൾ ക്രബ്സ് സൈക്കിളിൽ കൂട്ടുന്നില്ല, ഇതിനെ പ്രത്യേകം വിളിക്കുന്നത് ലിങ്ക് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, then this oxaloacetic acid combines with acetyl coenzyme to form the first stable compound, which is a 6-carbon compound, citric acid. That is why it is called citric acid cycle. And then this citric acid will converts to its isomer isocitrate. Isocitrate ആയിട്ട് മാറുന്നതിന് ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു, സിസ് അക്കോണിറ്റേറ്റ്. അപ്പൊ ഇത് ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്, ഒരു വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്ത് സിസ് അക്കോണിറ്റേറ്റ് ആകുന്നു, അഗെയിൻ അത് ആഡ് ചെയ്തിട്ട് പഴയതുപോലെ ഐസോസിട്രേറ്റ് ആയിട്ട് മാറുന്നു. അതിന് സഹായിക്കുന്ന എൻസൈം ആണ് അക്കോണിറ്റേസ്. ആൻഡ് ദിസ് ഐസോസിട്രേറ്റ് വിൽ കൺവേർട്സ് ടു ഓക്സാലോസക്സിനേറ്റ് ഓർ ഓക്സാലോസക്സിനിക് ആസിഡ്. അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു NADH2 ആയി മാറുന്നു. ഐസോസിട്രേറ്റിന് ഡീഹൈഡ്രോജനേഷൻ സംഭവിക്കുന്നത് കൊണ്ട് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ആണ് ഇതിനെ സഹായിക്കുന്നത്. And again oxaloacetic acid will release a carbon dioxide and form alpha ketoglutarate. Again ഇവിടെയും isocitrate dehydrogenase ആണ് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം. And alpha ketoglutarate is a 5-carbon compound. Then it converts to succinyl coenzyme by adding a coenzyme and releasing a carbon dioxide. കാരണം 5-carbon compound 4-carbon compound ആയിട്ട് മാറുമ്പോൾ ഒരു carbon dioxide ആയിട്ട് പുറത്തു പോകുന്നു. At the same time, this is also a redox reaction. NAD will get reduced to NADH2, which is ഇവിടെ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ്. ആൻഡ് ദെൻ സക്സിനിൽ കോഎൻസൈമെ എന്തായി മാറുന്നു, കോഎൻസൈമെ ഒക്കെ കളഞ്ഞ് സിമ്പിൾ സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നു. ആ സമയത്ത് കുറച്ച് എനർജി റിലീസ് ചെയ്യുന്നത് GDP അക്സെപ്റ്റ് ചെയ്ത് ഒരു ഫോസ്ഫേറ്റുമായി ബൈൻഡ് ചെയ്ത് GTP ആയി മാറുന്നു. ദെൻ this succinic acid will converts to fumaric acid or fumarate. ഇത് ഒരു റിഡോക്സ് സ്റ്റെപ്പ് ആണ്, പക്ഷെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് NAD അല്ലെന്ന് മാത്രം. FAD reduces to FADH2. അപ്പൊ ഇവിടെ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് സഹായിക്കുന്നത്. And then this fumarate will converts to malate in the presence of an enzyme called fumarase, and the malase will converts to oxaloacetic acid by a step called
ബൈ ഡീഹൈഡ്രോജനേഷൻ. അപ്പൊ അതിന് സഹായിക്കുന്ന എൻസൈം മാലൈറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ ഒരു NADH2 ആയിട്ട് മാറുന്നു. ഇത്രയും സ്റ്റെപ്പിലാണ് ക്രെബ്സ് സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. സോ ലെറ്റ്സ് സീ ഇവിടെ നമുക്ക് കിട്ടുന്ന മോളിക്യൂൾസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര NADH2 കിട്ടുന്നുണ്ട്? NADH2 എത്ര കിട്ടുന്നുണ്ട്? NADH2 എത്ര കിട്ടുന്നുണ്ട്? ഒരെണ്ണം. സോറി, NADH എത്ര കിട്ടുന്നുണ്ട്? ലെറ്റ്സ് സീ. ദാ ഇവിടെ ഒരെണ്ണം കിട്ടുന്നുണ്ട്. NADH2 ഒരെണ്ണം ഇവിടെ ഉണ്ട്. ദെൻ ദാ ഇവിടെ ഒരെണ്ണം ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ദാ ഇവിടെ ഒരെണ്ണം ഫോം ചെയ്യുന്നുണ്ട്. ടോട്ടൽ 3. ഇതിനെ കൂടുതൽ ഇത് വേറൊരു സ്റ്റെപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു വേറൊരു സ്റ്റെപ്പാണ്. പക്ഷെ നമ്മൾ ടോട്ടൽ എനർജറ്റിക്സ് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ കൂടെ കൗണ്ട് ചെയ്യും. സോ 3 NADH2, 1 NADH2 works 3 ATPs. So total 9 ATPs. അതുപോലെ ഒരു FADH2 കിട്ടുന്നുണ്ട്. FADH2 കിട്ടുന്നുണ്ട്. ഒരു FADH2 2 ATP ആണെന്ന് പറഞ്ഞു. സോ 2 ATP ഹിയർ. അതുപോലെ ഒരു GTP which will later converts to an ATP. അപ്പൊ ഇത് GTP നമുക്ക് ATP ആയിട്ട് തന്നെ കൂട്ടാം. GTP ഒരെണ്ണം ഉണ്ടാകുന്നുണ്ട്, അവിടെ ഒരു ATP. സോ ടോട്ടൽ ഓഫ് 12 ATPs. ഇത് ഒരു പൈറുവേറ്റിനെ കൊണ്ടാണ്, ഒരു പൈറുവേറ്റിൽ നിന്നാണ് നമുക്ക് 12 ATP കിട്ടുന്നത്. ടോട്ടൽ ശരിക്കും പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് 2 പൈറുവേറ്റ് ആസിഡ് മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഒരു പൈറുവേറ്റിൽ നിന്നും 12 ATPക്കുള്ള വകുപ്പുണ്ട്. അപ്പൊ 2 പൈറുവിക് ആസിഡിൽ നിന്നും നമുക്ക് 2 × 12 24 ATPs കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. പക്ഷെ ഈ NADH2 നമുക്ക് ഇപ്പോ ATP ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് അടുത്ത സ്റ്റെപ്പുകളിൽ എന്തായി മാറും? എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിട്രിക് ആസിഡ് സൈക്കിളിൽ പഠിക്കാനുള്ളത്, ക്രെബ്സ് സൈക്കിളിൽ പഠിക്കാനുള്ളത്. സോ ഇറ്റ്സ് സൈക്ലിക് റിയാക്ഷൻ. അതിനകത്തുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ